JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഫീൽഡ് വർക്കർ കാറ്റഗറി നമ്പർ 546/2029 ഇൻ ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെന്റ്, അതിന്റെ ഷോർട്ട് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിലവിലെ കൊല്ലം, വയനാട് ജില്ലകളിലെയാണ് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ളത്. മറ്റു ജില്ലകളിലൊക്കെ തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ഷോർട്ട് ലിസ്റ്റാണ്. അതോടൊപ്പം തന്നെ വളരെ അധികം വിഷമിപ്പിക്കുന്ന കട്ട് ഓഫ് മാർക്കൊക്കെ തന്നെ ഉയർന്നാണ് വന്നിട്ടുള്ള. ഉദ്യോഗാർത്ഥികളൊക്കെ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് കട്ട് ഓഫ് മാർക്ക് വന്നു എന്ന് പല ഉദ്യോഗാർത്ഥികളും അഭിപ്രായപ്പെട്ട ഒരു ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ വന്ന രണ്ട് ജില്ലകളിലും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് നിലവിൽ വന്നിട്ടുള്ള രണ്ട് ജില്ലകളുടെ നമുക്ക് പരിശോധിക്കാം. കൊല്ലം ജില്ലയാണ് ആദ്യം വന്നിട്ടുള്ളത്. ഫീൽഡ് വർക്കർ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്കെയിൽ ഓഫ് പേ 17,37,500 കൊല്ലം ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് 77.33 ആണ് കൊല്ലം ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ലിസ്റ്റിൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ മെയിൻ ലിസ്റ്റ് 102 പേരാണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ സപ്ലിമെന്ററി ലിസ്റ്റ് 102 പേരാണ്. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബബിലിറ്റി ലിസ്റ്റ് 204 പേരുടെ ലിസ്റ്റാണ് PSC മൊത്തം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സപ്ലിമെന്റ് ലിസ്റ്റിലും മെയിൻ ലിസ്റ്റിലും കൂടി 204 പേരുടെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ കൊല്ലം ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് 77.33 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അടുത്തത് വയനാട് ജില്ലയാണ് അടുത്തതായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. വയനാട് ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് 70.33 ആണ്. അവിടെയും നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ മെയിൻ ലിസ്റ്റ് 152 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. സപ്ലിമെന്റ് ലിസ്റ്റിൽ 127 പേരാണ്. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബബിലിറ്റി ലിസ്റ്റ് 279 പേരുടെ ലിസ്റ്റാണ് PSC മൊത്തം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വയനാട് ജില്ലയിൽ. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് 70.33 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള ജില്ലകളിലൊക്കെ തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ നടപടി കഴിഞ്ഞ ദിവസം ഞാൻ അതിനെക്കുറിച്ചൊക്കെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒഴിവുകളെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗാർത്ഥികൾ ധാരാളം പേര് ഒഴിവുകളെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ ഇപ്പോൾ നിലവിൽ കൊല്ലം ജില്ല എടുത്താൽ കൊല്ലം ജില്ലയിൽ ഒരു ഒഴിവാണുള്ളത്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ 25, പത്തനംതിട്ട ജില്ലയിൽ 5, ആലപ്പുഴ ജില്ലയിൽ 20, കോട്ടയം 8, ഇടുക്കി 1, എറണാകുളം 10, തൃശ്ശൂർ 12, പാലക്കാട് 11, മലപ്പുറം 7, കോഴിക്കോട് 16, വയനാട് 7, കണ്ണൂർ 17, കാസർഗോഡ് 7 ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്ത 147 ഒഴിവുള്ളത്. ഫീൽഡ് വർക്കറുടെ 140 ഒഴിവുകൾ 14 ജില്ലകളിലായിട്ട് ഇതുവരെ PSCയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ഒഴിവുള്ളത്, 25 എണ്ണം. കൊല്ലത്തും ഇടുക്കിയിലും ഓരോ ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ജില്ലകളിലൊക്കെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ഉടനെ PSC പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.